ഈ വർഷത്തെ വയലാർ രാമവർമ്മ മെമ്മോറിയൽ സാഹിത്യ പുരസ്കാരം ഇ സന്തോഷ് കുമാറിന്. തപോമയിയുടെ അച്ഛൻ എന്ന നോവലാണ് സന്തോഷ് കുമാറിനെ പുരസ്കാരത്തിന് അർഹനാക്കിയത്. കൂടുതൽ ഉത്തരവാദിത്വം നൽകുന്നതാണ് അവാർഡ് നേട്ടമെന്ന് സന്തോഷ് കുമാർ മീഡിയ വണിനോട് പറഞ്ഞു. കിഴക്കൻ ബംഗാളിൽ നിന്നുള്ള ഒരു അഭയാർത്ഥി കുടുംബത്തിലെ അംഗമാണ് തപോമയിയുടെ അച്ഛൻ ഗോപാൽ വർമ്മ. തപോമയിയെ കഥ പറയുന്ന ആൾ എന്ന് പരിചയപ്പെടുത്തലോടുകൂടിയാണ് അവരുടെ ജീവിതകഥയിലേക്ക് കടന്നു പോകുന്നത്. തങ്ങൾക്ക് കൂടി വേരുറപ്പിക്കാനുള്ള ഒരു വാഗ്ദഗ്ധ ഭൂമി സ്വപ്നം കാണുന്ന കുറേ മനുഷ്യരിലേക്കും വിചിത്രമായ അവരുടെ അനുഭവങ്ങളിലേക്കും അതുവഴി ഒരു നിഗൂഢ ലിപിയിലേക്കും വായനക്കാരെ കൊണ്ടുചെന്നെത്തിക്കുകയാണ് സന്തോഷ് കുമാർ. അതിമനോഹരമായ ആഖ്യാന പാഠവും പുസ്തകത്തെ വേറിട്ട് നിർത്തുന്നതായി ജൂറി വിലയിരുത്തി. പെരുമ്പടവും ശ്രീധരനാണ് പുരസ്കാര പ്രഖ്യാപനം നടത്തിയത്. ഈ സന്തോഷ് കുമാർ എഴുതിയ തപോമയിയുടെ അച്ഛൻ എന്ന പുസ്തകമാണ് ഇത്തവണ ഈ അവാർഡിന് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. പുരസ്കാരം ലഭിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് സന്തോഷ് കുമാർ. വയലാർ അവാർഡ് കിട്ടുന്നതിൽ വലിയ സന്തോഷമുണ്ട്. ഒരുപാട് വലിയ എഴുത്തുകാർക്ക് കിട്ടിയിട്ടുള്ള, വലിയ കൃതികൾക്ക് കിട്ടിയിട്ടുള്ള അവാർഡാണ്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവാർഡ് എന്ന് പരിഗണിക്കപ്പെടുന്ന അവാർഡാണ്. അതിപ്പോൾ നമ്മുടെ ഒരു പുസ്തകത്തിന് വരുന്നു എന്നുള്ളത് ഈ പുസ്തകത്തിനോടുള്ള ഒരു സാധൂകരണവും അതിനുള്ളൊരു സന്തോഷമുണ്ട്. സാഹിത്യകാരന്മാരായ TD രാമകൃഷ്ണൻ, NB ഫായിസ് മുഹമ്മദ്, പ്രിയ AS എന്നിവരടങ്ങിയ ജൂറിയാണ് പുരസ്കാരം നിർണയിച്ചത്. 1 ലക്ഷം രൂപയും പ്രശസ്ത ശില്പി കാനായി കുഞ്ഞിരാമൻ രൂപകൽപ്പന ചെയ്ത ശില്പവും പ്രശസ്തി പത്രവും ഉൾപ്പെടുന്ന അവാർഡ് ഈ മാസം 27-ന് തിരുവനന്തപുരത്ത് വെച്ച് വിതരണം ചെയ്യും. മീഡിയ 1 തിരുവനന്തപുരം.